ോട് ദുആഇനെ ചോദിക്കുക, ഹിദായത്തിനെ ചോദിക്കുക. ഹിദായത്ത് കിട്ടാനുള്ള കാരണം ഒന്ന് ദുആയാണ്. രണ്ടാമത്തേത് അൽ ഈമാൻ. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. അല്ലാഹു പറയുന്നു, ആർക്ക് ഈമാനുണ്ടോ അവരുടെ കൽബുകൾക്ക് ഞാൻ ഹിദായത്ത് കൊടുക്കും. അതുകൊണ്ട് ഈമാൻ നമ്മുടെ കൽബ് കൊണ്ട് ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കൈകളിലാണെന്ന് വിശ്വസിച്ചവരാണ്. അള്ളാഹു എന്ന ഒരേ ഒരുത്തനായ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈമാൻ ഹിദായത്തിൻ്റെ ഒരു കാരണമാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് അള്ളാഹു മാർഗദർശനം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടാമത്തേത് ഈമാനാണ്. മൂന്നാമത്തേത് അത്തൗബത്തു വൽ ഇനാബ. അള്ളാഹുലേക്ക് മടങ്ങലാണ്, തൗബ ചെയ്യലാണ്. തൗബ ചെയ്യുമ്പോൾ ഹിദായത്ത് വർദ്ധിക്കും. തൗബ ചെയ്യുന്നവരുടെ കൽബ് വളരെ ശുദ്ധമാണ്. പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ്, റബ്ബേ, ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ നിന്നോട് മാപ്പിരക്കുന്നു തമ്പുരാനെ, ഇനി ഒരിക്കലും ആ തിന്മകളിലേക്ക് ഞാൻ പോകില്ല റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്ത് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ച് തൗബ ചെയ്ത് മടങ്ങി വരുന്ന ഒരാൾ, ആ മനുഷ്യൻ്റെ കൽബിന് അള്ളാഹു ഒരുപാട് നന്മകളിലേക്കുള്ള ഹിദായത്ത് കൊടുക്കും. അത് ഹിദായത്തിൻ്റെ ഒരു കാരണമാണ്. നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ഓതലാണ്.